70കളുടെ അവസാനത്തിലും 80കളുടെ ആരംഭത്തിലും ടെന്നീസ് ലോകത്തിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ടെന്നീസ് താരമായിരുന്നു ആർതർ ആഷെ. പല പ്രാവശ്യം വിംബിൾഡൺ കപ്പും ഗ്രാൻഡ് സ്ലാമുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കളിക്കോർട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ ആർതർ ആഷെ കമന്ന് വീഴുകയാണ്. ഉടനെ ഡോക്ടർമാരുടെ സഹകരണത്തിലൂടെ ആശുപത്രിയിലെത്തിക്കുകയും ശസ്ത്രക്രിയ ഉടനെ ആവശ്യമായി വരികയും ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു, ധാരാളം രക്തം ആവശ്യമുണ്ട്. അത് സംഘാടകരോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ആർതർ ആഷെയുടെ ആരാധകർ രക്തം സമ്മാനിച്ചു. പക്ഷേ അതിൽ ഒരാൾ ഒരു എയ്ഡ്സ് രോഗി കൂടിയായിരുന്നു. ആർതർ ആഷെ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ എയ്ഡ്സ് രോഗബാധിതനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഈ സംഘർഷങ്ങളുടെയും വേദനയുടെയും രോഗത്തിൻ്റെയും നിമിഷങ്ങളിൽ ഒരുപാട് ആരാധകർ അദ്ദേഹത്തിന് കത്തയച്ച് കൂട്ടുനിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിൽ ഒരു കത്ത് ആർതർ ആഷെ തൻ്റെ ഡയറി കുറിപ്പിൽ സൂചിപ്പിക്കുകയാണ്. അതിങ്ങനെയായിരുന്നു: ആർതർ ആഷെ, എന്തുകൊണ്ട് നീ ഈ ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ടെന്നീസ് താരമാണ് നീ. അതുപോലെ ഒരുപാട് അംഗീകാരവും ജനശ്രദ്ധയും പിടിച്ചുപറ്റി ലോകത്തിൻ്റെ നിറയിലായിരിക്കുന്ന നിനക്ക് ദൈവം എത്ര ക്രൂരനായിരിക്കണം ഈ രോഗം നൽകുവാനായിട്ട്. ആർതർ ആഷെയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു. ലോകത്തിലെമ്പാടും ഏതാണ്ട് 5 ലക്ഷം വ്യക്തികൾ ടെന്നീസിൽ ഒരു വിധത്തിൽ പ്രാഗൽഭ്യത്തിൽ വന്നിട്ടുണ്ട്, കളിക്കുന്നവരുണ്ട്. ഈ 5 ലക്ഷം പേരിൽ ഏതാണ്ട് 500 പേര് വലിയ മത്സരങ്ങളിലേക്കും വിംബിൾഡൺ കപ്പിനും ഒക്കെ ആയിട്ട് മത്സരിക്കുന്നുണ്ട്. ഈ 500 പേരിൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളിലേക്ക് വരിക 50 പേരാണ്. ഈ 50 പേരിൽ വെറും 4 പേരാണ് സെമി ഫൈനലിനെത്തുക. ഈ 4 പേരിൽ 2 പേരാണ് ഫൈനലിനെത്തുക. വിംബിൾഡൺ കപ്പിൻ്റെ ഫൈനലിൽ എതിരാളിയെ തോൽപ്പിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ വിംബിൾഡൺ കപ്പുമായി നിന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല, വൈ മീ, എന്തുകൊണ്ട് ഞാൻ. എങ്കിൽ ഈ എയ്ഡ്സ് രോഗബാധിതനായി കഴിയുമ്പോഴും ഇതിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് തമ്പുരാനോട് ചോദ്യങ്ങളില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന ഈ തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ശിഷ്ടകാലം കൃത്യമാക്കുവാനാണ് ഞാൻ തീരുമാനിക്കുക. കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്, ഐ വിൽ മേക്ക് മൈ ലൈഫ് എ മീനിങ്ഫുൾ എൻഡെവർ. എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി എൻ്റെ ജീവിതം സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ഒന്നാക്കി മാറ്റും. വൈ, എന്തുകൊണ്ട് എന്നത് യുക്തിയുടെ ചോദ്യമാണ്. യുക്തിയും ശാസ്ത്രവും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. ജീവിതത്തിൻ്റെ മുൻപിൽ യുക്തിയുടെ ചോദ്യങ്ങളുമായി നീങ്ങിയാൽ നമുക്ക് ഉത്തരങ്ങളില്ല. ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ തമ്പുരാൻ്റെ പദ്ധതികളുടെ ഭാഗമാണ് എന്ന് പ്രത്യാശപൂർവ്വം നനച്ച് ആ അനുഭവങ്ങൾക്ക് അർത്ഥം കൊടുക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുക. ജീവിതം ഒരു രഹസ്യമാണ്. ലൈഫ് ഈസ് എ മിസ്റ്ററി. നിഗൂഢതകളുടെ നീണ്ട പരമ്പരകളുമായിട്ട് മനുഷ്യൻ ഓരോ ദിവസവും അവൻ്റെ ദിനങ്ങൾ കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരുന്നു. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളുമായിട്ട് മല്ലിടുമ്പോഴും ഓർക്കുക, ജീവിതത്തിൻ്റെ മുൻപിൽ യുക്തി നിസ്സഹായമാണ്. യുക്തിക്കും ശാസ്ത്രത്തിനും ഉത്തരം നൽകാത്ത ജീവിതം ഒരു മിസ്റ്ററിയാണ്. അക്സെപ്റ്റ് ഇറ്റ്. ജീവിതത്തിൻ്റെ നിഗൂഢതയ്ക്ക് മുമ്പിൽ മസിൽ പിടിച്ച് യുക്തിയുടെ ചോദ്യങ്ങളുമായി നീങ്ങുമ്പോൾ ഉത്തരങ്ങളില്ല. ജീവിതം കാഴ്ചവെക്കുന്ന നിഗൂഢതകളെ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് തമ്പുരാൻ്റെ സമയത്ത് ഉത്തരമുണ്ട്, ഉത്തരം ലഭിക്കും എന്നുള്ളൊരു ആത്മീയ ചങ്കൂറ്റവുമായി പ്രത്യാശയുടെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതം അർത്ഥപൂർണമായി തീരും. തീർച്ചയായിട്ടും ഇന്നേ ദിവസവും പതിവ് പോലെ ഉത്തരം കിട്ടാത്ത ഏതാനും ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. വൈ മീ, എന്തുകൊണ്ട് ഞാൻ നരകിക്കേണ്ടി വരുന്നു?
എൻ്റെ കടബാധ്യതകൾക്ക് മുൻപിൽ, നനച്ചിരിക്കാത്ത സമയത്ത് വന്നുപെട്ടിട്ടുള്ള എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗത്തിൻ്റെ മുൻപിൽ, ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് നിഗൂഢതകളുമായി ഇന്നേ ദിവസം നിങ്ങൾ ജീവിതത്തിൻ്റെ വേലിയേറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, തമ്പുരാൻ്റെ സമയമുണ്ട്. ആ സമയത്തിന് ഞാൻ കാതോർക്കണം. ലൈഫ് ഈസ് എ മിസ്റ്ററി, അക്സെപ്റ്റ് ഇറ്റ്. ജീവിതം അന്ത്യവിശകലനത്തിൽ ഒരു രഹസ്യമാണ്. ആ രഹസ്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു, പ്രത്യാശപൂർവം മുന്നോട്ട് നീങ്ങുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിനം, ശുഭദിനം ആശംസിക്കുന്നു.